AMR വീക്ക്. നമുക്കറിയാം, അണുബാധകളെ ചികിത്സിക്കുന്ന അത്ഭുത മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ. എന്നാൽ നമ്മൾ അവ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയകൾക്ക് ജനകിത മാറ്റം സംഭവിക്കുന്നു. അവ മരുന്നുകളോട് പ്രതികരിക്കാതെയാകുന്നു. ഇതാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇന്ത്യയിൽ ഈ പ്രശ്നം വളരെ വലുതാണ്. പഠനങ്ങൾ പറയുന്നത് ഏകദേശം 80% ബാക്ടീരിയകളും നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധ ശേഷി കാണിച്ചു തുടങ്ങിയെന്നാണ്. ഇതൊരു വലിയ അപകടമാണ്. ആന്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ വന്നാൽ സാധാരണ അണുബാധകൾ പോലും ഗുരുതരമാകും, ചികിത്സ അസാധ്യമാകും. 1. ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം ആന്റിബയോട്ടിക് കഴിക്കുക. 2. ജലദോഷം, വൈറൽ പനി എന്നിവയ്ക്ക് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കരുത്. 3. ഏറ്റവും പ്രധാനം, ആന്റിബയോട്ടിക് കോഴ്സ് ഡോക്ടർ നിർദ്ദേശിച്ച അത്രയും ദിവസം കൃത്യമായും പൂർത്തിയാക്കണം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ജാഗ്രതയോടെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാം. ആന്റിബയോട്ടിക് എന്ന മിത്രത്തിനെ നിങ്ങൾക്കറിയൂ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ശത്രുവിനെ നിങ്ങൾക്കറിയില്ല. ആന്റിബയോട്ടിക് വിഭാഗത്തിലുള്ള മരുന്നുകൾ സൂക്ഷ്മതയോടും കരുതലോടും കൂടി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഉപയോഗം എപ്പോഴും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം. നമുക്ക് കൈകോർക്കാം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെതിരെ. നാളെയുടെ നന്മയ്ക്കായി, നാളെയുടെ ആരോഗ്യത്തിനായി.